നമ്മൾ ഒരു വൈൻ ഉണ്ടാക്കാൻ പോവാണ്. അതും നെല്ലിക്ക വെച്ചിട്ടുള്ള വൈൻ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നെല്ലിക്ക വെച്ചിട്ട് വൈൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ ചാമ്പൊക്കെ വെച്ച് വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നെല്ലിക്ക വെച്ച് വൈൻ ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാവും എന്താവും ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഇതിന്റെ റിസൾട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഒരു നെല്ലിക്ക വെച്ചിട്ടുള്ള വൈൻ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്ത് വെക്കാം കേട്ടോ. ഇതിലെ വെള്ള പശയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിലത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ നെല്ലിക്കാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് നെല്ലിക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വലുതായാലും ചെറുതായാലും ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ വൈനിന് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെല്ലം. വെല്ലത്തിന് പകരം പഞ്ചസാര യൂസ് ചെയ്യാം കേട്ടോ. പഞ്ചസാരയും വെല്ലവും തമ്മിൽ യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസമുള്ളത് കളറാണ്. പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ കളർ ഉണ്ടാവില്ല, വെല്ലം യൂസ് ചെയ്യുമ്പോൾ കളർ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ തരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഭരണിയാണ്, വൈൻ ഉണ്ടാക്കാനുള്ള ഭരണിയാണ്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഭരണി ആയതുകൊണ്ടാണ് ഇതിൻ്റെ കളറൊക്കെ മങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലുള്ള ഒരു ഭരണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിനും ഒരു മണത്തിന് വേണ്ടി കുറച്ച് സംഭവങ്ങൾ യൂസ് ചെയ്യാം. അതായത് ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ വെല്ലമൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം ഈ ഒരു വൈന് നമ്മൾ 3 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഭരണിയിലേക്ക് കുറച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെല്ലം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി വീണ്ടും നെല്ലിക്ക ചേർക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം ഇതൊക്കെയാണ് ഇനി ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു വൈനിനുണ്ടാകുന്ന കുത്തലും അല്ലെങ്കിൽ മണത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണമായിരിക്കും. പിന്നെ ഇത് നമ്മൾ പെണ്ണുങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ വെല്ലം ചേർക്കാം കേട്ടോ. കുറച്ച് വെല്ലം ചേർക്കാം. ഇപ്പോൾ നമ്മൾ 2 സെക്ഷൻ ചെയ്തു. ഇനി ഇത് ലാസ്റ്റ് സെക്ഷനാണ്. അതായത് ഇനി വീണ്ടും നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക ചേർക്കാം കേട്ടോ. ബാക്കി വന്ന നെല്ലിക്കയും കൂടി ചേർക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന വെല്ലം കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനിയും കൂടി നമ്മളൊരു സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്, അതായത് വെള്ളം. അപ്പോൾ ഞാനിവിടെ 750 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ വൈനിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു മൂടി വെച്ച് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് നമ്മളൊരു കവർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതായത് കുടത്തിലെ ഭൂതമൊക്കെ ഇല്ലേ, അതേപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിൽ നിന്ന് അത് പോകരുത്, അതേ രീതിയിലൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ കഴിഞ്ഞില്ല. ഇനി വീണ്ടും നമ്മളൊരു തുണി വെച്ച് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആർക്കും തുറക്കാൻ പറ്റുമെന്ന്, അങ്ങനെ വേണം നമ്മളിത് കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുള്ള വൈനൊക്കെ റെഡിയായി. ഇനി ഒരു 40 ദിവസം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താവെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും